ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ക്യാപിറ്റൽ ഇൻഫ്ലോ ആൻഡ് വെൽഫെയർ എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഒരു എക്കണോമിയിൽ എങ്ങനെയൊക്കെയാണ് ക്യാപിറ്റലിന്റെ ഇൻഫ്ലോ ഉണ്ടാകുന്നതെന്നും അതെങ്ങനെയാണ് വെൽഫെയറിലേക്ക്, അതായത് പൊതുക്ഷേമത്തിലേക്ക് എക്കണോമി നയിക്കുന്നത് എന്നുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ക്യാപിറ്റൽ ഇൻഫ്ലോ ആൻഡ് വെൽഫെയർ. ആദ്യം നമുക്ക് ക്യാപിറ്റൽ ഇൻഫ്ലോയെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാം. ക്യാപിറ്റൽ ഇൻഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ് റെഫർ ടു ദ മൂവ്മെൻറ്റ് ഓഫ് മണി ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് പണം ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപിക്കുന്ന പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ കച്ചവടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ബിസിനസ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടോ മണി ഒരു എക്കണോമിയിലേക്ക് വരുന്നതിനെയാണ് അതിന് ഇൻഫ്ലോ എന്ന് പറയുന്നത്. എക്കണോമിയുടെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഉള്ളിലേക്ക് വരുന്നതിനെ. അപ്പോൾ ഈ മണി, ഈ ക്യാപിറ്റൽ ഫ്ലോ ഫോളോ ദ മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ദാറ്റ് ആർ പുട്ട് ടു യൂസ് ഫോർ പ്രൊഡക്റ്റീവ് എക്കണോമിക് പർപ്പസസ്. അപ്പോൾ ഈ ഫ്ലോ പ്രൊഡക്റ്റീവായിട്ടുള്ള എക്കണോമിക് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്നു. ഇവിടെ പ്രൊഡക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ച് മറ്റ് സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കുന്നു എന്നർത്ഥത്തിലാണ്. ഇനി അടുത്ത് നോക്കേണ്ടത് ക്യാപിറ്റൽ ഫ്ലോ എന്ന് പറയുക. അത് ക്യാപിറ്റൽ ഇൻഫ്ലോ എന്ന് പറയുന്നത് നാഷണൽ ലെവലിൽ ഉണ്ടാകുന്നു. അപ്പോൾ നാഷണൽ ലെവലിൽ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഫ്ലോ എന്തൊക്കെയാണ്? ക്യാപിറ്റൽ ഫ്ലോസ് ഓൾസോ ഒക്കർ അറ്റ് ദ നാഷണൽ ലെവൽ. അതായത് വിത്ത് ഗവൺമെൻറ്റ്സ് കളക്ടിങ് റവന്യൂസ് ഇൻ ദ ഫോം ഓഫ് ടാക്സ് ആയിട്ട് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ആ തുക, ഓർ ഇഷ്യൂയിങ് ബോണ്ട്സ്, ഗവൺമെൻറ് ബോണ്ട്സ് വയ്ക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന തുക, ആൻഡ് സ്പെൻഡിങ് പ്രൊസീഡ്സ് ഓൺ വേരിയസ് പബ്ലിക് പ്രൊജക്ട്സ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് പല പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുമ്പോഴത്തേക്കും അല്ലെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റുകളൊക്കെ സെറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വരുമാനം അതും ഒരു ക്യാപിറ്റൽ ഇൻഫ്ലോ ആയിട്ടാണ് എടുക്കുന്നത്. നമുക്കിനി ക്യാപിറ്റൽ ഇൻഫ്ലോ ഉണ്ടാകാനുള്ള കാരണങ്ങളൊന്ന് പരിശോധിക്കാം. ദ കോസസ് ഓഫ് ക്യാപിറ്റൽ ഇൻഫ്ലോസ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻറ്റു 3 മേജർ കാറ്റഗറീസ്. ഇതിൻ്റെ കാരണങ്ങളെ 3 പ്രധാനപ്പെട്ട കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 2 ഇൻറ്റേർണലും മൂന്നാമത്തത് എക്സ്റ്റേണലുമാണ്, പുറമേ നിന്നുള്ള ഫാക്ടറാണ്. അത് ഇൻറ്റേർണൽ ഫാക്ടർ നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഓട്ടോണമസ് ഇൻക്രീസസ് ഇൻ ദ ഡൊമസ്റ്റിക് മണി ഡിമാൻഡ് ഫംഗ്ഷൻ. ഓട്ടോണമസ് ഡൊമസ്റ്റിക് മണി ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആൾക്കാർ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്നത്. ഈ ഒരു സ്പെൻഡിങ് ഒരു ക്യാപിറ്റൽ ഇൻഫ്ലോ ആണ്. അത് കൂടാതെ ജീവിക്കാൻ അവർക്ക് കഴിയില്ല. അതാണ് ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇൻക്രീസസ് ഇൻ ദ ഡൊമസ്റ്റിക് പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ. അതായത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് അവർ നിക്ഷേപിച്ച ഡൊമസ്റ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൽ നിന്നും അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം, ആ ഒരു റിട്ടേൺ, അത് രണ്ടും ഇൻറ്റേർണലായിട്ടുള്ള ക്യാപിറ്റൽ ഇൻഫ്ലോ ആണ്. എക്സ്റ്റേണലായിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് ഇങ്ങോട്ട് വരും. അത് ഇന്ത്യക്ക് പുറത്തു നിന്ന് മറ്റൊരു എക്കോണമിയിൽ നിന്ന് അകത്തേക്ക് വരുന്നത്. അതായത് ഫാളിങ് ഇൻ്റർനാഷണൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോഴത്തേക്ക് ഒരു ക്യാപിറ്റൽ ഇൻഫ്ലോ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക്, ആ എക്കോണമിയിലേക്ക് ഉണ്ടാകുന്നു. അതാണ് മൂന്നാമത്തെ കാറ്റഗറി. ഞാൻ മൂന്നാമതായിട്ട് ഒരു എക്സ്റ്റേണൽ ഫാക്ടർ പറഞ്ഞല്ലോ, അതിൻ്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. അതായത് എ മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട് ഇൻ ടു ഡൊമസ്റ്റിക് എക്കോണമിയിലേക്ക് ഫണ്ടിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്, അതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഫ്രം അബ്രോഡ് റെപ്രസെൻറ്റിങ് എയ്തർ ദ പർച്ചേസ് ഓഫ് ഡൊമസ്റ്റിക് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റീസ്. അതായത് ഫൈനാൻഷ്യൽ ഡൊമസ്റ്റിക് സെക്യൂരിറ്റീസ്, അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഏതെങ്കിലും കമ്പനികളുടെ സെക്യൂരിറ്റീസ് ഒരു വിദേശി വാങ്ങിയാൽ, വിദേശ നിക്ഷേപം, വിദേശിയുടെ പണം ഇന്ത്യയിലെത്തുന്നു. അപ്പോൾ ഒരു ക്യാപിറ്റൽ ഇൻഫ്ലോ ആണ്. ഫൈനാൻഷ്യൽ സെക്യൂരിറ്റീസ് ആൻഡ് ഫൈനാൻഷ്യൽ അസറ്റ് ബൈ ഫോറിനേഴ്സ്. അത് മനസ്സിലായില്ലേ? ഓർ വേറൊരു കാരണമുള്ളത് ബോറോയിങ് ഓഫ് ഫോറിൻ ഫണ്ട് ബൈ ഡൊമസ്റ്റിക് റെസിഡൻസ്. അതായത് ഇന്ത്യയിൽ ഉള്ളിൽ താമസിക്കുന്ന ആൾക്കാർ ഫോറിൻ ഫണ്ട് മേടിച്ചു കഴിഞ്ഞാൽ ആ ഫോറിൻ ഫണ്ട് ഇന്ത്യയിലേക്ക് ഇൻഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ അവിടെയും ഒരു ക്യാപിറ്റൽ ഇൻഫ്ലോ ഉണ്ടാവുകയാണ്. അടുത്ത നമുക്ക് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ നോക്കാം. അതൊരു എക്കണോമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഫണ്ട് പോകുന്നതിനാണ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ടേം ഡിസ്ക്രൈബിങ് ക്യാപിറ്റൽ ഫ്ലോയിങ് ഔട്ട് ഓഫ് എ പർട്ടിക്കുലർ എക്കോണമി. ഇനി നോക്കാം കൺട്രീസ് വിത്ത് ഔട്ട്ഫ്ലോ റെസ്ട്രിക്ഷൻസ്. ചില കൺട്രീസിന് ഔട്ട്ഫ്ലോ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഒരു രാജ്യത്തിന്, ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിന്ന് വേറൊരു രാജ്യത്ത് കൊണ്ടുപോയി പണം നിക്ഷേപിക്കാൻ കഴിയില്ല. ഇന്ത്യൻ ഫണ്ട് കൊണ്ട്, ഇന്ത്യൻ കറൻസി കൊണ്ട് വേറൊരു രാജ്യത്തിൻ്റെ ഷെയറോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ക്യാൻ ഫൈൻഡ് ഇറ്റ് ഹാർഡർ ടു അട്രാക്ട് ക്യാപിറ്റൽ ഇൻഫ്ലോസ്. ഇങ്ങനെ പുറത്തേക്ക് ഒരു റെസ്ട്രിക്ഷൻ ഉള്ള കൺട്രിക്ക് അത് അകത്തേക്കും ഒരു ഇൻഫ്ലോയുടെ ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ബിക്കോസ് ഫേംസ് നോ ഇഫ് ആൻ ഓപ്പർച്യൂണിറ്റി ഗോസ് ഫെയിൽ. അതായത് ഒരു അവസരം ഫെയിൽ ആകുന്നു. അതായത് അവർക്കിപ്പോൾ ഇപ്പം ഒരു വിദേശ നിക്ഷേപകൻ ഇന്ത്യയിൽ വന്ന് നിക്ഷേപം നടത്താൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് ഒരു ഔട്ട്ഫ്ലോ ഇല്ലെന്ന് അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് ഫെയിലാണ്. അപ്പം ഓപ്പർച്യൂണിറ്റി ഗോസ് ഫെയിൽ, ദേ വുഡ് നോട്ട് ബി ഏബിൾ ടു റിക്കവർ മച്ച് ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർ ഔട്ട്ഫ്ലോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് അതിന് ആ പ്രോഫിറ്റ് എടുത്ത് അവർക്ക് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തില്ല എന്നാണ് പറഞ്ഞത്. ഇനി ക്യാപിറ്റൽ ഇൻഫ്ലോസ് മൾട്ടിനാഷണൽ കമ്പനീസുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു നോക്കാം.
MNCs may not only invest in new capacity. അവർ ന്യൂ കപ്പാസിറ്റി, അത് പുതിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങുക മാത്രമല്ല ചെയ്യുന്നത്, അവർ ഇന്നൊവേഷൻ നടത്തുന്നു. വേറെ രാജ്യത്ത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ആ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അവരവരുടെ പ്രൊഡക്റ്റ് പുതിയ കണ്ടുപിടുത്തങ്ങൾ, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്ത് പുതിയ വെറൈറ്റീസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ദേ മേ ആൾസോ ഇൻട്രൊഡ്യൂസ് ന്യൂ വർക്കിംഗ് പ്രാക്ടീസസ് ദാറ്റ് ഹെൽപ്പ് ഇൻക്രീസിങ് ലേബർ പ്രൊഡക്ടിവിറ്റി. പുതിയ വർക്കിംഗ് പ്രാക്ടീസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ലേബേഴ്സ് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് മാറുന്നു. അവർ കൂടുതൽ ട്രെയിനിങ് കൊടുത്തിട്ട് പ്രൊഡക്റ്റീവായിട്ട് മാറുന്നു. കൂടുതൽ ഉൽപ്പന്നങ്ങൾ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് അവർ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊരു ക്യാപിറ്റൽ ഇൻഫ്ലോയ്ക്ക്, ഡൊമസ്റ്റിക്കായിട്ട് ഒരു ക്യാപിറ്റൽ ഇൻഫ്ലോയ്ക്ക് കാരണമാകുന്നു. ഓക്കെ, ഇനി അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം ഫോറിൻ ഫേംസ് ഓഫർ ദ ചാൻസ് ഫോർ ഗുഡ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് മോർ എഫിഷ്യൻ്റ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മോർ എഫിഷ്യൻ്റായിട്ട് ഉണ്ടാക്കാനുള്ള ചാൻസാണ് അവിടെ കൊടുക്കുന്നത്. ആൻഡ് കുഡ് ലീഡ് ടു ലോവർ പ്രൈസസ് ഫോർ ഡൊമസ്റ്റിക് ഫേംസ്. അതായത് ഇങ്ങനെ ഒരു വിദേശ നിക്ഷേപം ഇന്ത്യയിൽ എത്തുമ്പോഴത്തേക്ക് അവർ നല്ല എഫിഷ്യൻ്റായിട്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഫേമുമായിട്ട് അവർ കമ്പീറ്റ് ചെയ്യും. അവരുമായിട്ട് ഒരു മത്സരത്തിൽ ഏർപ്പെടുമ്പോഴത്തേക്ക് അവർ നല്ല എഫിഷ്യൻ്റായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ല ഉൽപ്പന്നങ്ങളുമാണ് കുറഞ്ഞ ചിലവിലൂടെ വിൽക്കുന്നത്. അപ്പം ഡൊമസ്റ്റിക് ഫേംസിന് അവരോടൊപ്പം മത്സരിക്കാൻ കഴിയാതെ വരികയും അവരും ഫോഴ്സ്ഫുള്ളി വിദേശ കമ്പനികൾ വില കുറച്ച് കൊടുക്കുന്ന പോലെ അവർക്കും വില കുറച്ച് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി ക്യാപിറ്റൽ ഇൻഫ്ലോ ഇൻക്രീസ്ഡ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കാൻ നോക്കാം. അത് ഇൻവേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ നോട്ട് ഓൺലി ഇൻക്രീസ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇത് അഗ്രിഗേറ്റ് ഡിമാൻഡ് മാത്രമല്ല കൂട്ടുന്നത്, ബട്ട് ഓൾസോ ഇൻക്രീസ് അഗ്രിഗേറ്റ് സപ്ലൈ. അതായത് ഈ അഗ്രിഗേറ്റ് സപ്ലൈയും കൂട്ടുകയാണ്, കൂടുതൽ ഡിമാൻഡ് സപ്ലൈയും എക്കണോമിയിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ന്യൂ ഫാക്ടറീസ് ഇൻക്രീസസ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. അതായത് പുതിയ ഫാക്ടറികൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയാണ് കൂടുന്നത്. അപ്പോഴത്തേക്ക് അഗ്രിഗേറ്റ് സപ്ലൈ കൂടുകയാണ്. അപ്പം അഗ്രിഗേറ്റ് സപ്ലൈ കർവ് വിൽ ഷിഫ്റ്റ് ടു റൈറ്റ്. അത് വലതുവശത്തേക്ക് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യുന്നു. ദിസ് എനേബിൾസ് ആൻഡ് ഇൻക്രീസ് ഇൻ എക്കണോമിക് ഗ്രോത്ത് വിത്തൗട്ട് ഇൻഫ്ലേഷൻ. അതായത് ഇൻഫ്ലേഷൻ കൂടാതെയുള്ള, പണപ്പെരുപ്പം കൂടാതെയുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് അവിടെ ഉണ്ടാകുന്നതിന് സാധ്യമാകുന്നു. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് ഞാൻ കിടക്കുന്നത്. അതായത് ഇതെങ്ങനെയാണ് ഒരു വെൽഫെയറിലേക്ക് നയിക്കുന്നതെന്നാണ്. അതായത് ഹയർ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബൂസ്റ്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ ഹയർ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് അത് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്യുന്നു. കൂടുതൽ ഡിമാൻഡ് അവിടെ ഉണ്ടാകുന്നു, എക്കണോമിയിൽ ഉണ്ടാകുന്നു. കോസിങ് ഇംപ്രൂവ്ഡ് എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ കൂടുതൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നു. ദിസ് വിൽ ലീഡ് ടു ലോവർ ലെവൽസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇതാണ് വളരെ പ്രധാനം. അതായത് ഇങ്ങനെ കൂടുതൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഉണ്ടാകുമ്പോഴത്തേക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ലെവൽ കുറയുന്നു. കൂടുതൽ ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തൽഫലമായിട്ട് എന്തുണ്ടായി? വെൽഫെയർ ഉണ്ടായി, അല്ലേ? അപ്പോൾ അതിൻ്റെ കണക്ഷൻ നോക്കുക. ക്യാപിറ്റൽ ഇൻഫ്ലോ ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഇൻ ദ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ക്യാപിറ്റൽ ഇൻഫ്ലോ നമ്മുടെ റിസോഴ്സസിൻ്റെ അലോക്കേറ്റീവ് എഫിഷ്യൻസി നല്ല രീതിയിൽ അത് അലോക്കേറ്റ് ചെയ്യപ്പെടുകയും ആൻഡ് ഇൻക്രീസ്ഡ് ഔട്ട്പുട്ട് ആൻഡ് വെൽഫെയർ, അത് കൂടുതൽ ഔട്ട്പുട്ട് എക്കണോമി സൃഷ്ടിക്കുകയും തൽഫലമായിട്ട് വെൽഫെയർ ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.